ഇന്നൊരു അടിപൊളി മധുരം കഴിക്കാം. 2 ഗ്ലാസ് പാല്, 400 മില്ലി പാല്, 1 സ്പൂൺ പഞ്ചസാര, ഒരു നുള്ളു ഉപ്പ്, 1 സ്പൂണ് നെയ്യ്, നല്ല നെയ്യ് ഏതായാലും പശു നെയ്യോ. അപ്പോൾ പാലും നെയ്യും ഉപ്പും പഞ്ചസാരയൊക്കെ ഒന്ന് തിളച്ചിട്ടുണ്ട്. ഇത് ഇത്ര എളുപ്പമായിരുന്നു. 1 കപ്പ് റവ, 2 കപ്പ് പാലിലേക്ക് 1 കപ്പ് റവ. ഇത് പെട്ടെന്നാവും മക്കളെ, പെട്ടെന്ന് ഫാസ്റ്റാണിത്. ഒന്നും നോക്കാനില്ല, എന്ത് നോക്കാനാ. 1 കപ്പ് 200 250 ഉണ്ടാവും. ചില റവക്ക് കുറച്ച് പാല് ലാസ്റ്റ് വരും. അപ്പോൾ 200 റവ എടുത്താൽ മതി. ഇത് വറക്കാത്ത റവയാണ്, ഇവിടുത്തെ റവയാണ്, അറേബ്യൻ റവയാണ്, നല്ല റവയാണ്. അപ്പോൾ അത് റെഡി. ഇനി നമ്മളിതൊന്ന് 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക. അപ്പോൾ നമ്മൾ പഞ്ചസാര 200, 1 കപ്പ് റവ എടുത്ത് 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഒന്ന് മെൽറ്റാക്കി എടുക്കുക, ഒന്ന് ഇതാക്കിയാൽ മതി, ഇതൊന്നും ആക്കണ്ട. ഒന്ന് ഉരുക്കിയെടുക്കുക. ശരിക്കും ഇതൊന്ന് പഞ്ഞിക്കിടുക, നന്നാക്കി കുഴച്ചെടുക്കുക. ബസ് ഞമ്മക്കും ഉണ്ടായിക്കൂടെ. അപ്പോൾ ഇതിങ്ങനെ പാക്കറ്റ് കാണുക, അല്ലെങ്കിൽ യൂട്യൂബിലും ടിക്ടോക്കിലും കാണുന്നതല്ലാണ്ട് നമ്മളത് ഉണ്ടാക്കി കഴിക്കില്ലല്ലോ. അപ്പോൾ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നല്ല സ്റ്റൈലൻ ബോൾസ് ആക്കുക. പെട്ടെന്ന് കഴിയും, ഇതൊക്കെ ആർക്കും കഴിയും, എങ്ങനെയും കഴിയും. മടിക്കണ്ട, പെട്ടെന്ന് പരിപാടികൾ തീർക്കുക. ഗുലാബ് ജാമുൻ എണ്ണ നല്ല ചൂട് വേണ്ട, എന്നാൽ ചൂട് വേണം. ഇട്ടവിടെ ഇളക്കേണ്ട ആവശ്യമില്ല, ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇളക്കിയാൽ മതി. ഇത് കുറച്ച് ടൈം എടുക്കണം, നല്ലോണം ക്രിസ്പി ആയിട്ട് വരണം, നല്ല റെഡ് കളർ, അല്ലെങ്കിൽ ഗോൾഡൻ ആൻഡ് സ്റ്റൈലൻ കളർ വരും. തീന് ഓവറാവണ്ട വെച്ചാൽ കുറഞ്ഞ തീയിൽ അങ്ങനെ ആയിക്കോളൂ. എണ്ണ കുടിക്കൊന്നുമില്ല, ഒരു തുള്ളി എണ്ണ കുടിക്കില്ല. ഞാൻ ഇപ്പോൾ നമ്മളെ പഞ്ചസാരയിലേക്ക് ഇടുക. കുറച്ച് ചെറുനാരങ്ങ ഒഴിക്കണം, നല്ലതാണ്. ഞാൻ ഒഴിച്ചിട്ടില്ല, ഒരു പുളിയ ടേസ്റ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ അത്രേ ഉള്ളൂ മക്കളെ. ബാക്കിയുള്ള വറുത്തെടുക്കുക, പൊരിച്ചെടുക്കുക. അപ്പോൾ ഇതൊരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ശരിയാക്കാം. അപ്പോൾ പഞ്ചസാര കുടിച്ചോളൂ. ഓക്കെ, താങ്ക് യു.